പത്രലേഖകരും നിരീക്ഷകരും ഗുണിച്ച് ഹരിച്ചൊക്കെ എടുക്കുന്നത് ജെ ഫോർ ജോക്കർ. അപ്പം ജോക്കർ ജയശങ്കർ എന്നാണോ, അതോ ജൂട്ട ജയശങ്കർ എന്നാണോ, കള്ളം പറയുന്ന അല്ലെങ്കിൽ തീരെ പുഷോവറായ ജയശങ്കർ എന്നാണോ? അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിദേശകാര്യമന്ത്രിയെ വ്യംഗ്യമായി വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കത്ര യോജിച്ചതാണോ? അതുപോലെ ഇന്ത്യയുടെ വിദേശ നയം മാറിയോ എന്നൊരു ചോദ്യമാണ്. ഇതൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. വിദേശ നയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായതായി ഗവൺമെന്റ് പറയുന്നില്ല. പക്ഷെ ഒരു റിന്യൂഡ് വിഗറിൽ വിദേശ നയം മുന്നോട്ട് പോകുന്നു. നമ്മൾ സ്ട്രിക്ട്ലി ബൈലാറ്ററൽ പാകിസ്ഥാനുമായി ഇടപാടിൽ കൃത്യമായി ബൈലാറ്ററൽ പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ DGMOയെ വിവരം അറിയിക്കുകയും അങ്ങനെ അവർ തമ്മിലൊരു ധാരണയാവുകയും ചെയ്തു എന്നതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പൊസിഷൻ. അവിടെ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായോ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ട്രംപിന്റെ പേര് ഇതിനകത്ത് വലിച്ചെടുക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ ട്രംപ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്യേണ്ടി വന്നത്?